അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ മനസ്സുകളിൽ നന്മ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നാം ശരിക്കും പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്. പരസ്പര സ്നേഹബന്ധം മുറിയുന്ന, പരസ്പര ബന്ധം മുറിക്കുന്ന ഒരു കാലഘട്ടം. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് അത് വലിയ പ്രയാസമുണ്ടായി. കാരണം അവർക്ക് പിണങ്ങി നിൽക്കുന്ന സ്വഭാവം അറിയൂല, തർക്കിക്കുന്ന അല്ലെങ്കിൽ വേണ്ടാതെ ബന്ധങ്ങൾ മുറിച്ചൊഴിവാക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത അവർക്കത് അറിയൂല. അങ്ങനെയുള്ള സ്വഹാബത്ത് വല്ലാത്ത പ്രയാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്കുക. വളരെ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം, വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ മിണ്ടാതെ ഗർവ് നടിച്ച് നടക്കുന്ന ഓരോ മനുഷ്യന്റെയും അവസ്ഥ എന്താണ്? എന്തേലും ഒരു ചെറിയ അസുഖം വന്നാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ആ അസുഖത്തിന്റെ ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ചികിത്സിച്ച ഡോക്ടർ എന്തെങ്കിലും തരത്തിലുള്ള അസുഖത്തിന്റെ അവസ്ഥകളോ ലക്ഷണങ്ങളോ നമ്മളോട് പറയുകയാണെങ്കിൽ അവിടെ തീർന്നില്ലേ നമ്മുടെ ഗൗരവം? അവിടെ തീർന്നില്ലേ നമ്മുടെ ഗർവ്, കിബിർ നടിക്കാൻ എന്തുണ്ട് മനുഷ്യൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരാളോടും പിണങ്ങൂല. പിണങ്ങേണ്ട അവസ്ഥ വന്നാൽ പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് മാറും. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. മുസ്ലിമി എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ നാവ് കൊണ്ടും, അവന്റെ കൈകാലുകൾ, അവന്റെ കരുത്തുകൾ, അവന്റെ എല്ലാം അധികാരബലമാവട്ടെ, ആൾഫലമാവട്ടെ, അവനിൽ നിന്നൊക്കെയും മറ്റുള്ളവർ രക്ഷപ്പെടണം. നാം ഓരോരുത്തരും ചിന്തിച്ചേ, എൻ്റെ ആൾഫലം കൊണ്ട്, എൻ്റെ പവർ കൊണ്ട്, എൻ്റെ അധികാരം കൊണ്ട് എനക്കുണ്ടാകുന്ന എൻ്റെതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവ്, പ്രവർത്തന ഫലം, ആ ഒരു കിബർ, ഹുങ്ക് മനസ്സിൽ വെച്ച് നടക്കുന്ന നാം, ആ ഒരു പ്രവർത്തനം കാരണം കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് എന്താ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ശരീരം, പുറമേ കാണുന്ന ശരീരത്തിന് എത്ര മോടി കൂട്ടിയാലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യന് അവന്റെ ലിവറെങ്ങാനും ഫെയിലിയർ ആയിപ്പോയാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ്, ഒരു ഡോണർ അടക്കം കൊണ്ടുപോയിട്ട്, ഒരു ഡോണറെ അടക്കം കൂട്ടിയിട്ട്, എനിക്ക് ലിവർ തരാൻ ഒരു ഡോണർ ഉണ്ട് എന്ന ധൈര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നു എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 30 ലക്ഷം രൂപയോളം വരികയാണ്. 30 മുതൽ 40 വരെ ലക്ഷം രൂപ. ചിന്തിച്ചു നോക്ക്. ജനിച്ചത് മുതൽ ഈ പ്രായം വരെ അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. കാരണം അത് അല്ലാഹുവിൻ്റെ ഔദാര്യമായി നമുക്ക് ലഭിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ പല രൂപത്തിലും നമുക്ക് വരാം. ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാലയളവാണ്. അല്ലാഹുവിൻ്റെ അംബിയാ മുർസലീങ്ങളിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചോദ്യം ചോദിക്കുന്നു. അല്ലയോ നൂഹ് നബിയെ, ഒരുപാട് വർഷക്കാലം ജീവിച്ചവരല്ലേ, നിങ്ങൾക്ക് ഇത്രയും വർഷക്കാല ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മഹാനായ അസ്റായിൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അല്ല, അസ്റായിൽ അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കും, ഇത്രയും വർഷക്കാലം ജീവിച്ച നിങ്ങൾക്ക് എന്താണ് ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ
അത്രത്തോളം വർഷക്കാലം, 950 വർഷക്കാലം പ്രബോധനം തന്നെ ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചു നോക്കണം. 1000-ലധികം വർഷം ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത്രയും വർഷം ജീവിച്ച എനക്ക് പറയാനുള്ളത് ഒരു വീടിന്റെ മുൻവാതിലിലൂടെ കയറി പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ്. ഈ 1000 വർഷത്തിന് മേലെ ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേവലം 60-70 വയസ്സ് മാത്രം ജീവിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിബറ് നടിക്കാൻ എവിടെയാണ് സമയം? നാം ഓരോരുത്തരും ചിന്തിക്കുക. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് അകാരണമായി ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് മാപ്പ് പറയാൻ, പൊരുത്തപ്പെടിപ്പിക്കാൻ, നന്മയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ എന്ത് പറയാനാ? അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എന്തുത്തരം പറയാനാ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യന്റെ ആയുസ്, ആ ആയുസിനിടയിൽ എന്തൊക്കെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ആർക്കൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കാലം അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള സന്മനസ്സോടുകൂടി നന്മയുള്ളവരായി ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.